ഇന്നുള്ളത് സുപ്ര മാർക്ക് 4 ആണ് ഗൈസ്. ഗൈസ് ഈ വണ്ടിനെ കുറിച്ച് അധികം ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ്. ഇത് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ് ഗൈസ്. എനിക്കും ഈ വണ്ടി ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഈ വണ്ടി നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണ വണ്ടിയല്ല ഗൈസ്. ഇത് എഞ്ചിനൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് ട്യൂൺ ചെയ്ത് മാക്സ് പവർ ആക്കി വെക്കുന്ന വണ്ടിയാണ് ഗൈസ്. കൺട്രോൾ കിട്ടാൻ ഭയങ്കര പാടാ ഗൈസ് ഈ വണ്ടി. ഗൈസ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു സന്തോഷകാര്യം പറയാനുണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലില് 50+ സബ്സ്ക്രൈബേഴ്സ് ആയി ഗൈസ്. 51 എങ്ങാണ്ടാന്ന് തോന്നണം ഗൈസ്. ഏകദേശം 51-നടുത്ത് സബ് ആയിട്ടുണ്ട് ഗൈസ് നമുക്ക്. അപ്പൊ ഗൈസ് എനിക്ക് നിങ്ങളോട് അതിനോട് ഒരുപാട് നന്ദി പറയാനുണ്ട് ഗൈസ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഒരു 10 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ 50 സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്ന നിങ്ങൾക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഗൈസ്. ഗൈസ് ഈ 50 എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ സംഖ്യ ഒന്നല്ല ഗൈസ്. എന്നെ സംബന്ധിച്ചൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് ഗൈസ് ഇത്. ഓക്കെ, അപ്പൊ ഗൈസ് ഇനിയും തുടർന്ന് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഗൈസ്. എന്നാൽ മാത്രമേ നമുക്കിനി ഒരു 100, 200 അങ്ങനെ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പൊ ഗൈസ് 50 സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നാൽ നിങ്ങൾക്ക് ഒരുപാട് നന്ദി ഗൈസ്. ഓക്കെ, അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാർ വെച്ചിട്ട് കുറച്ച് റേസിങ്ങിന് പോകണം. പിന്നെ ഈ വണ്ടി നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. പിന്നെ പറ്റുകയാണെങ്കിൽ ഇതുകൊണ്ട് ഓഫ് റോഡ് പോകണം ഗൈസ്. പിന്നെ സ്ഥിരം നമ്മുടെ എബി ലൊക്കേഷനിൽ പോയിട്ട് വണ്ടി ഒന്ന് ചാടിക്കണം ഗൈസ്. ഓക്കെ, അപ്പൊ അതൊക്കെ ആയിരിക്കും ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ് ഇത് കിടിലൻ വണ്ടിയാണ് ഗൈസ്. പക്ഷെ ഞാൻ എന്തോരം നോക്കിയിട്ട് ഇതിന്റെ എക്സോസ്റ്റ് പൊട്ടിക്കാൻ പറ്റില്ല ഗൈസ്. അത് എന്താണെന്ന് അറിയില്ല. നിങ്ങൾ മുമ്പ് മറ്റേ ലംബോർഗിനി ഉറുസിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ, അതില് എക്സോസ്റ്റ് കിടന്ന് പൊട്ടറുണ്ട് ഗൈസ്. പക്ഷെ ഇതിന്റെ എക്സോസ്റ്റ് പൊട്ടിക്കാൻ പറ്റുമോ എന്താണെന്ന് അറിയില്ല. എനിക്ക് ചിലപ്പോൾ അത് ട്യൂൺ ചെയ്ത് കറക്റ്റ് ആയിട്ട് അറിയാണ്ടായിരിക്കും. പക്ഷെ എഞ്ചിനൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് മാക്സിമം ഓവറാക്കി വെച്ചാണ് വണ്ടി ചെയ്ത്. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് നേരെ റേസിങ്ങിന് പോകാം ഗൈസ്. ഓക്കെ, സീൻ പവർ ഗൈസ്. ഈ വണ്ടി പിടിച്ചാൽ കിട്ടില്ല. ഓ സീൻ. നമുക്ക് നേരെ ഫസ്റ്റ് നമുക്ക് ആദ്യം റേസിങ്ങിന് പോകാം ഗൈസ്. ഗൈസ് നല്ല മാഗം ഗൈസ്. മഴയൊക്കെ പെയ്യുന്ന തോന്നുന്നുണ്ട് ഗൈസ്. ഓക്കെ, സെറ്റ് സാധനം. ഓ സീൻ. വണ്ടി ഇടയ്ക്ക് പൊട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ മുമ്പത്തെ ലംബോർഗിനി ഉറുസൊക്കെ നമ്മൾ പൊട്ടിച്ച പോലെ അങ്ങനെ പൊട്ടിക്കാൻ പറ്റില്ല. ഓക്കെ, ഓ സീൻ. കൺട്രോളില് ഗൈസ്, കൺട്രോളില്. അയ്യോ തോട്ടിപ്പോയി. ആ ചെല്ലില്ല. തോടല്ല ഗൈസ്, അപ്പുറത്ത് കടലായിരുന്നു. ആ നമ്മുടെ ഫോറസ്റ്റ് കമ്മിറ്റി എന്തൊക്കെ പറയണ്ട് ഗൈസ്. അയ്യോ വളവ്. ഓഫ് റോഡ് ഉണ്ടല്ലോ ഗൈസ്. നമുക്ക് ഓഫ് റോഡ് പോകേണ്ടി വരും. ഓ സീൻ. ഏതാ വ്യൂ. ഇതിന്റെ സാധനം ഓഫ് റോഡ്. ഓ ഗൈസ് ചെളി. വണ്ടി ചെളിയിൽ താന്നിട്ട് പോണം. വീട്ടിലെ സാധനം. ഓഫ് റോഡിൽ എന്തെങ്കിലും സ്പീഡ് വെക്കാൻ പറ്റില്ല ഗൈസ്. വണ്ടിയുടെ അടി തട്ടും ഗൈസ്. നിങ്ങൾക്ക് ഈ വെള്ള സൂപ്പർ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം ഗൈസ്. പിന്നെ നിങ്ങൾ സൂപ്പർ ഫാൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഗൈസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ, നിങ്ങൾ കമന്റിൽ സൂപ്പർ എന്ന് കമന്റ് ചെയ്തോളൂ ഗൈസ്. ഒന്നുമില്ല, വെറുതെ നമുക്ക് കമന്റ് ചെയ്യാലോ. കമന്റ് ബോക്സ് ഓപ്പൺ അല്ലേ ഗൈസ്. അപ്പൊ വെറുതെ സൂപ്പർ എന്ന് കമന്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഓ ചെളി സീൻ. ഓ ഏതാ അപ്പുറത്തൊരു ചെളി ഉണ്ടല്ലോ, നമുക്ക് അതിലെ പോയാലോ. ഓ സീൻ. ഓ ചെളി. ഏതാ എന്റെ ഗൈസ്. ഈ ഗെയിമിൽ ഇപ്പൊ ഗ്രാഫിക്സ് നടക്കുന്നത് ഹൈയിലാണ് ഗൈസ്. എന്നിട്ട് ഇത്രയും റിയലിസ്റ്റിക് ഗ്രാഫിക്സ്. അപ്പൊ ഇത് അൾട്രയിലും മാക്സിലൊക്കെ ഇടാൻ പറ്റിയ സൂപ്പറായിനെ. എന്റെ ഇതില് ഹൈ വരെ കളിക്കാൻ പറ്റുള്ളൂ. അതാണ് അൾട്രയിലും മാക്സിലൊക്കെ ഇടാണെങ്കിൽ കിടിലൻ ഗ്രാഫിക്സ് ആയിരിക്കും ഗൈസ്. ഹൈയിൽ തന്നെ ഇട്ടിട്ട് കിടിലൻ സാധനം. ഏതാ ചെളി കൂടെ ഒക്കെ എന്റെ പൊന്ന് സീൻ. ഓ നമ്മുടെ വണ്ടിയുടെ വെള്ള കളർ മാറിപ്പോ വേറെ ഏതോ കളറായി വരുന്നുണ്ട്. കുഴപ്പമില്ലേ, നമുക്ക് വണ്ടിയൊക്കെ കഴുകിയ സെറ്റ് ആക്കാം. ഓ സീൻ ചെളി കൂടെ സീൻ. ആ മറ്റെന്താ പറയുന്നുണ്ട് ഫോർത്ത് മറ്റി. ഓ ചെളി കഴിഞ്ഞു. ഓ നമ്മുടെ വണ്ടിയുടെ അടിഭാഗമൊക്കെ വേറെ ഏതോ കളറായി. ഓ ഇതിൽ ഓഫ് റോഡ്. ഓ സീൻ. ഗൈസ് എന്റെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ആദ്യം റേസിങ്ങിനെ പോയിട്ട് പിന്നെ ഓഫ് റോഡ് പോയിരുന്നായിരുന്നു. പക്ഷെ ഇതിൽ നമുക്ക് ആദ്യം ഓഫ് റോഡ് കിട്ടി. അപ്പൊ പിന്നെ കുഴപ്പമില്ല.
എല്ലാം നേരത്തെ ആയിരുന്നല്ലോ, കുഴപ്പമില്ല. ഓ സീൻ, ഏതാണ് ഗ്രാഫിക്സ്. എനിക്ക് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ കാണാൻ ഇഷ്ടം. നൈസ് വ്യൂ അല്ലേ സൈഡിൽ നിന്ന്. ഒരു വാട്ടർ ക്രോസിംഗ് ഉണ്ട് ഗൈസ്. സോറി ഗൈസ്, ചതിച്ചു. അത് വാട്ടർ ക്രോസിംഗ് ആയിരുന്നില്ല, റോഡായിരുന്നു. പറ്റിച്ചു ഗൈസ്, സോറി. ആ ഇവിടെയാണ് ഗൈസ് വാട്ടർ ക്രോസിംഗ്. ഓ സീൻ, ഓ ഏതാ. ഒന്നും കൂടി ബാക്കോട്ട് വന്നാലേ നൈസല്ലേ വെള്ളത്തിൽ ഓടിക്കും. നോക്കി ഇതിന്റെ വ്യൂ മാറ്റിയിട്ട് ഉള്ളിൽ നോക്കാം. സോറി. ആ സെറ്റ്. ഓ മാൻ, ഓ സീൻ. ഓ സൂപ്പറാ സീൻ. നമ്മുടെ പോൾ വാക്കറും പറ്റിയ സൂപ്പറാണ് ഗൈസ്. ഇതല്ല, ആ സിനിമയില് വേറെ ഉണ്ട് കേട്ടാ. ഇതാ സിനിമയിലും പറ്റിയ വണ്ടിയല്ല. ഓ സീൻ. ഓ സീൻ. ഓ ഓഫ് റോഡിനാണെങ്കിലും വണ്ടി കിടലായിട്ട് കയറിപ്പോണ്ട് ഗൈസ്. ഏതാ. ആ ഗൈസ് നമ്മളങ്ങനെ മെയിൻ റോഡിലെത്തി ഗൈസ്. ഓഫ് റോഡ് കഴിഞ്ഞു. ഓ നമ്മുടെ വെള്ള വണ്ടിയുടെ കളർ ഇപ്പൊ വേറെ കളറായി. ആ കുഴപ്പമില്ലേ. ഓ സീൻ. ഓ ഗൈസ് ഈ വളവ് കിട്ടിയ പ്രശ്നം, വളവിലോട്ട് ശരി കൺട്രോൾ കിട്ടില്ല. അയ്യോ വളവ്. ഓ ഭാഗ്യണ്ട് ബ്രേക്ക് കൊടുത്തു, അല്ലെങ്കിൽ അയാളുടെ വീട് പോയേ. ഗൈസ് നമ്മളങ്ങനെ ഏകദേശം റേസിംഗ് ലൊക്കേഷനിൽ എത്താറായി ഗൈസ്. എത്തി ഗൈസ്, റേസിംഗിന്റെ ലൊക്കേഷനിൽ എത്തി ഗൈസ്. നമ്മുടെ സുപ്രാനെ വെട്ടിക്കാണെങ്കിൽ ഏതെങ്കിലും വണ്ടി വരുമോ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ സുപ്ര ഇതന്നെ. ഗൈസ് എനിക്ക് മാർക്ക് 5 സൂപ്പറിനേക്കാൾ ഇഷ്ടം മാർക്ക് 4 ആണ് ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് മാർക്ക് 5 ആണോ മാർക്ക് 4 ആണോ ഇഷ്ടം എന്ന് കമന്റ് ചെയ്തോളൂ ഗൈസ്. ഗൈസ് ആ സൈഡിൽ നിൽക്കുന്നത് ബംഗാളി അല്ലാട്ടോ ഗൈസ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അത് ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞ ഈ ഗെയിമിന്റെ ക്യാരക്ടർ ആയിട്ടുള്ള ഞാൻ റിയൽ ലൈഫിൽ ഞാനല്ല. ആ ബംഗാളിയുടെ ലുക്കൊക്കെ മാറ്റിയിട്ട് ചെക്കന് ഫുള്ളി ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കും. ഓ സീൻ ഗൈസ്, നമ്മുടെ വണ്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണുണ്ടാവും ഗൈസ്. സീൻ, ഏത് ഗ്രാഫിക്സ് അല്ലേ ഗൈസ്. റേസിംഗ് തുടങ്ങുമ്പോൾ ഗൈസ് നൈറ്റ് ആണ് ഗൈസ്, രാത്രിയാണ് റേസിംഗ്. മഴയും വേണ്ട ഗൈസ്. ഇതിന്റെ ഇടയിൽ കൺട്രോൾ കിട്ടുമെന്ന് അറിയില്ല. നമ്മുടെ സുപ്രനെ വെട്ടിക്കാനായിട്ട് ഏത് വണ്ടിയാണോ വീലുള്ളത്, ഒരുപാട് വണ്ടികൾ കിട്ടും. എന്നാലും നമ്മുടെ സുപ്രനെ വെട്ടിക്കുമെന്ന് അറിയില്ല. ഓ സീൻ ഗൈസ്, കൺട്രോൾ ഇല്ല ഗൈസ്. അയ്യോ എടുത്തു ബാക്കിൽ. ഓ ഗൈസ് അവന്മാര് തൊട്ട് ബാക്കിലുണ്ട് ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും ഈ റേസ് ജയിക്കണം ഗൈസ്. ഞാൻ ഈ റേസ് ജയിച്ചാലും തോറ്റാലും അത് ഞാൻ നിങ്ങളെ കാണിക്കും. ഓക്കെ, ജയിച്ചാലും തോറ്റാലും നിങ്ങളെ കാണിക്കും. അയ്യോ മഴ കാരണം വണ്ടി തെന്നി പോണ് ഗൈസ്. ഒരു ശരി കൺട്രോൾ ഇല്ല. അയ്യോ പറമ്പിക്കൂടെയൊക്കെ പോണേ. ഓ ചെക്ക് പോയിന്റ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവും ഗൈസ്. വളവ്. ഓ വളവ്, അവന്മാര് ബാക്കിലുണ്ട് ഗൈസ്. അയ്യോ അതേ കയറി പോണു. ആ ഭാഗ്യം. വളവ്, അയ്യോ മഴയത്ത് ഏത് റേസിംഗ് അല്ലേ. നിങ്ങൾക്ക് മഴയത്ത് വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് താഴെ കമന്റ് ചെയ്തോളൂ ഗൈസ്. ഓക്കെ. അയ്യോ ബാക്കി ഓടിച്ചു. ഇടിച്ചു. അയ്യോ കൺട്രോളും പോയി. ആ ഭാഗ്യം.
ഈ വളവ് എന്തിനു ഇവന്മാർക്ക് നേരെ വഴി ഉണ്ടാക്കി കൂടെ? എന്തിനീ വളവ്? ആ പാടത്തോടൊക്കെ കയറ്റിയാലോ വഴി ഉണ്ടാക്കി കൂടെ ഗൈസ്? ഏതായാലും ഈ വളവ് ഇഷ്ടാവില്ല. ഓ അവന്മാര് തൊട്ട് ബാക്കിലുണ്ട് കഴിച്ചു വെച്ച് പിടിച്ച് വരണ്ട് കഴിച്ചു അവന്മാര്. അയ്യോ തീർച്ചയായും നമ്മൾ ആരും കയറ്റി വിടാൻ പാടില്ല, നമ്മൾ തന്നെ ഫസ്റ്റ് പോണം. അയ്യോ പൈസ വളവ് വളവ്. ഓ അയ്യോ കൺട്രോളില് പറമ്പി പോയി. ഇല്ല ഭാഗ്യം, പറമ്പി പോയില്ല. ഗൈസ് നേരം വെളുത്തു, ഗൈസ് നേരം വെളുത്തു, ഇരുട്ടൊക്കെ പോയി. ഒരു മഴയുണ്ട് ഗൈസ്, മഴയുണ്ട്. ഈ മോർണിംഗ് വ്യൂ എനിക്ക് ഈ ഗെയിമിൽ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് ഈ മോർണിംഗ് വ്യൂ. ഗൈസ് അവന്മാര് തൊട്ട് ബാക്കിലുണ്ട് ഗൈസ്, സീനാണ്. അയ്യോ വളവ്. ഗൈസ് റേസ് ഒരു 65% ഫിനിഷ് ആയി ഗൈസ്. ഇനി ഉണ്ട് കുറച്ചും കൂടി. ഓ സീൻ. അയ്യോ ആ ഭാഗ്യം. അയ്യോ ഗൈസ് ഒരു സൈഡിലുണ്ട്, ഒരു സൈഡിലുണ്ട്. ഓ സീൻ. ഗൈസ് റേസ് ഒരു 82% ആയി ഗൈസ്. പിന്നെ സൂക്ഷിച്ച് പോണം, ഇനി അവന്മാർ കയറിപ്പോയി നമുക്ക് പിടിക്കാൻ പറ്റില്ല. അയ്യോ അതേ പോയി, പറഞ്ഞു വാക്കെടുത്തുള്ളൂ ഗൈസ്, അപ്പോഴേക്ക് കയറിപ്പോയി. അയ്യോ അയ്യോ എന്റെ ഫസ്റ്റ് പോയേ. ഏടി പോയി കഴിഞ്ഞാൽ കൺട്രോളും കിട്ടില്ല വണ്ടി. ഓ ഇവിടെ ഒരു വളവുണ്ട് ഗൈസ്, ആ വളവിൽ അവനെ പിടിക്കണം. അയ്യോ പോയി പോയി പറമ്പി പോയി, പറമ്പി പോയി. അയ്യോ അവനും പോയി, എല്ലാവരും പോയി. ആ എല്ലാവരും പോയി. റേസ് 94% ആയി. അതാണ് പ്രശ്നം. അയ്യോ ആ എങ്ങനെയാലും കയറി അതിൽ ഫസ്റ്റ് എത്തണം, ഫസ്റ്റ് എത്തണം. ഫസ്റ്റ് 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 ഫസ്റ്റ്. യെസ് ഗൈസ് നമ്മൾ ഫസ്റ്റ്, നമ്മൾ ഫസ്റ്റ്. അല്ലേ അല്ല സെക്കൻഡ്, കുഴപ്പമില്ല സെക്കൻഡ് അടിച്ചു ഗൈസ്. അതാണ് ഗൈസ് നമ്മള് ആ പറമ്പിൽ പോയിട്ട് അവിടെ നമ്മൾ കയറി സെക്കൻഡ് അടിച്ചു ഗൈസ്. അതാണ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റേസ് ആയിരുന്നു ഗൈസ്. സെക്കൻഡ് എങ്കിൽ സെക്കൻഡ് അത് മതി. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ജയിച്ചാലും തോറ്റാലും നിങ്ങൾ കാണിക്കണം, പക്ഷെ സെക്കൻഡ് അടിച്ചു ഗൈസ്, നമുക്ക് അത് മതി. ഓ സീൻ. ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഗൈസ് ഈ വണ്ടിക്ക് ഏത് കളർ അടിക്കണം നിങ്ങൾ പറയും, അല്ലെങ്കിൽ വൈറ്റ് തന്നെ മതിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ അടിക്കണമെന്ന് നിങ്ങൾ പറയും ഗൈസ്. ഓക്കെ ഗൈസ് വണ്ടി കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാൻ പഠിക്കണം, എന്നിട്ട് വേണം റേസിലേക്ക് പോകാൻ. ഇത് കുറച്ച് കൺട്രോൾ കുറഞ്ഞു ഇതിന്റെ പ്രശ്നം. കുഴപ്പമില്ല സെക്കൻഡ് അടിച്ചില്ല അത് മതി. ഓ വണ്ടിയുടെ സ്പീഡ് പറഞ്ഞിട്ട് ഇതിന്റെ സ്പീഡ്, ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. ഈ ഗെയിമിൽ ഈ വഴിയൊക്കെ ഇത്ര വളവൊക്കെ ഉണ്ടാക്കിയ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യുമ്പോ അത് ഏതോ പറമ്പിക്കൊക്കെ കയറി പോണേ, വളവുകൾ കൊള്ളാറുണ്ട്. ഓ സീൻ. ഓ അയ്യോ പാലം പാലം. ആ കുഴപ്പമില്ല കുഴപ്പമില്ല. ആ പോയി, പറമ്പി പോയി, പറമ്പി പോയി. ആരുടെ തോട്ടണം കുഴപ്പമില്ല, എല്ലാവരുടെ ഉള്ള കുഴപ്പമില്ല, നമ്മളില്ലല്ലോ. ഓ സീൻ. ഗൈസ് നമുക്കേ ഇങ്ങനെ നേരെ നമ്മുടെ മറ്റേ ജെമ്പി ലൊക്കേഷൻ ഇല്ലേ ഗൈസ്, അവിടെ പോയാലോ? അവിടെ പോയിട്ട് വണ്ടി ചാടിച്ചു നോക്കാം. ഓക്കെ നമ്മുടെ ജെമ്പി ലൊക്കേഷൻ വരുന്നത് ഈ കാണുന്ന ഇതേ എയർപോർട്ടാണ് ഗൈസ്, ഇവിടെ നമ്മുടെ ജെമ്പി ലൊക്കേഷൻ. ഓക്കെ നമുക്ക് ആ അത്യാവശ്യം പോകാനുണ്ട്. ആ നമ്മുടെ ഫോർത്ത് അമ്മയ്ക്ക് എന്തൊക്കെയാ പറയുന്നത്. ഓ ഗൈസ് ഞാൻ ഈ ഗെയിമില് ഇപ്പൊ കാറുകളുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. എന്താണെന്ന് വെച്ചാൽ ഇതേമാതിരി ഞാൻ വണ്ടികൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ റേസിങ്, ഓഫ് റോഡ്, പിന്നെ ജമ്പ് ടെസ്റ്റ് അത് മാത്രം ചെയ്താൽ മതി, അതോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യണം ഗൈസ്. ഓക്കെ നിങ്ങൾ പറയണ പോലെ ഞാൻ ചെയ്യാം ഗൈസ്. ഓക്കെ പിന്നെ അതുപോലെ അടുത്തത് ഞാൻ ഇതിൽ ഏത് വണ്ടി കൊണ്ടുവരണമെന്ന് നിങ്ങൾ എന്തായാലും പറയണം ഗൈസ്. ഓക്കെ ഞാനിതിൽ നിങ്ങൾ പറയണ വണ്ടി കൊണ്ടുവരാൻ വേണ്ടി പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓ ഇവിടൊക്കെ എടുത്ത് പൊളിച്ചു. അയ്യോ വണ്ടിയുടെ ഫ്രണ്ട് ഞാൻ നോക്കണ്ടേ കൈ, കോടികൾ മുടക്കി മേടിച്ചതാ.
ഇപ്പൊ അതിന്റെ ഫ്രണ്ടിക്ക് നോക്കിയ ബോണറ്റൊക്കെ ഞളങ്ങിരിക്കണമെന്ന് വിഷമാവും. നമ്മുടെ കോടികളെ പോണെ കോടികൾ. ഓ സീൻ. അയ്യോ വണ്ടി മാറു വണ്ടി മാറു വണ്ടി. റോഡ് മാറാൻ പറഞ്ഞിട്ട് എന്താ കാര്യമില്ല, നമ്മളെല്ലാം മാറില്ല. ഓ സീൻ. അയ്യോ വളവ്, ആ വളവല്ല, സോറി. NH ആണ് കഴിച്ചത്, NH. ഇതിൽ നമുക്ക് കിടലായിട്ട് സ്പീഡ് എടുത്ത് പോകാം. അയ്യോ ബസ്, അയ്യോ ലോറി. ആ കിടലായിട്ട് സ്പീഡ് എടുത്ത് പോകാന്ന് പറയുമ്പോ അയ്യോ നമ്മുടെ വണ്ടി മൊത്തം ഇങ്ങനെയായേ. ആ ലോറിനെ ഇടിച്ച് നമ്മൾ എവിടേക്ക് വെച്ചിട്ടുണ്ട്. ആ കുഴപ്പമില്ല. ആ വണ്ടിയുടെ പവറിന് വേണ്ടി ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഓടിയൊക്കെ ഞങ്ങളങ്ങാണ്ട് ഇപ്പൊ എന്താ വണ്ടിയുടെ പവറിന് ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല വണ്ടി. അതൊന്ന് 200 അടിച്ചു പോയി. അയ്യോ വളവ്. ആ ഭാഗ്യം, കറക്റ്റ് ബ്രേക്ക് പിടിച്ചപ്പോ ആ വളവിക്ക് തന്നെ പോയി. അയ്യോ എന്തൊക്കെ ഇടിച്ചു വളഞ്ഞു. ഇതേ പിന്നെ വളവ്, ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത. ആവശ്യം കണ്ടു കുറെ വളവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഏതോ ഗ്രാമത്തിലെത്തി കഴിച്ചു. നമുക്ക് മരുമുള്ളിൽ കുറച്ചൊരു പട്ടിക്ക് കാണിച്ചിട്ട് വണ്ടി എടുത്തു പോയി. പട്ടിക്ക് കാണിക്കാനായിട്ട് ആരും കാണാനില്ല കഴിച്ചു. അവിടെ 2 പേരിക്കുണ്ട്. ഹലോ സൂപ്പറ ഉണ്ടോ? സൂപ്പറ കണ്ടണ്ട ഒരു മൈൻഡില്ല കഴിച്ചു. അവന്മാരോട് എന്തൊക്കെ ചെയ്തോണ്ടിരിക്കുക. എന്തൊക്കെയാവും. നമ്മളെ ഏകദേശം ലൊക്കേഷനിൽ എത്താറേ കഴിച്ചു. ഒരു ചെറിയ ഓഫ് റോഡ് ഉണ്ടെന്നാണ് എന്റെ ഒരു നിഗമനം. ഓഫ് റോഡ് ഉണ്ടോന്ന് അറിയില്ല, ഉണ്ടാകിരിക്കണം. ഈ വണ്ടീനെ ആക്സിലേറ്റർ എടുത്ത് കഴിയുമ്പോ ചെറിയ പൊട്ടലുണ്ടല്ലോ. ആക്സിലേറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ കയ്യെടുത്ത് കഴിയുമ്പോ ഒരു ചെറിയ പൊട്ടലുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടി. ഓ ഈ ചെറിയ ഓഫ് റോഡ് എത്തിക്കുക, ചെറിയ ഓഫ് റോഡ്. 2 സൈഡ് ഇടിച്ച് പൊളിഞ്ഞിരിക്കുക. ആ കുഴപ്പമില്ല, ഓഫ് റോഡ് വണ്ടി പോകുന്നതാണ് നല്ല രസമുണ്ട്. ഓ ഏതാ മഴ പെയ്തിട്ട് ഇവിടെയൊക്കെ ചെറുതായിട്ട് ചെളിയായിട്ടുണ്ട്. ഇതേതോ പഴയ ഒരു എയർപോർട്ട് വരുന്നത്. ഇത് ഇതേപോലെയായി, ഇപ്പൊ കാടൊക്കെ പിടിച്ച് ഇങ്ങനെയായി. എന്തൊക്കെ എടുത്തു കളയുന്നുണ്ട്. ആ അതൊന്നും കുഴപ്പമൊന്നുമില്ല. അയ്യോ കൺട്രോളില്ലേ, ഓഫ് റോഡ് വണ്ടി കൺട്രോളില്ലേ പോയി. നമ്മുടെ വണ്ടിയുടെ മിററൊക്കെ എവിടെയോ ഇടിച്ചിട്ടൊക്കെ പോയി. ബോണറ്റൊക്കെ മൊത്തം ഇളങ്ങിയിരിക്കാം. അപ്പോഴാണ് ഞാൻ മിറർ നോക്കണേ. എന്തായാലും ഇവിടെ ഒന്നും നേരം വിളിച്ചിട്ടില്ലേ? ആവോ അത് രാത്രിയായി. എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. ഓ വണ്ടി കൺട്രോൾ നമുക്ക് നേരെ വണ്ടി കൊണ്ട് ചാടിച്ചാലോ. ആ ഒരു പാലം അല്ല, നമ്മളിങ്ങനെ ജമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പുഴ ഉണ്ടല്ലോ കഴിച്ചു. ആ പുഴ കടക്കണം കഴിച്ചു, അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ വണ്ടി കൊണ്ടുപോയി പുഴ കടക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു 300+ സ്പീഡ് കയറി ചിലപ്പോ പുഴ കടക്കും. ഇത് 300+ കയറാൻ ചാൻസ് കുറവാ. ഗൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇപ്പൊ തന്നെ വണ്ടി ഏകദേശം ഒരു 150 കഴിഞ്ഞു ഗൈസ്. 150 300 അടിക്കാൻ ചാൻസ് കുറവാ ഗൈസ്. പുഴയിലെത്താൻ ചാൻസ് ഉണ്ട്. പുഴയിലെങ്കിലും എത്തിയാൽ മതിയായിരുന്നു.
ഓ സീൻ ഗൈസ്. വണ്ടി ഇപ്പൊ 210 കടന്നു ഗൈസ്. 218 വരെ കയറുള്ളൂ ഗൈസ്. ഓ നല്ല ഹൈറ്റിൽ പൊന്തി വന്നിട്ടുണ്ട് ഗൈസ്. ആ ഇതാ പുഴയിലെത്താൻ ചാൻസ് ഉണ്ട്. പുഴയിൽ എത്തി. ഓ ആ പുഴയുടെ തുടക്കത്തിൽ ആ ജസ്റ്റ് ഒരു ഇത്തിരി വെള്ളത്തിൽ മാത്രം വണ്ടി കയറിച്ചു. ഒരു വെള്ളത്തിൽ കൂടെ വണ്ടി പോകണമെന്ന് നല്ല രസമുണ്ടല്ലോ. ഇന്നും ഒരു ദിവസം ഏതൊരു വണ്ടി കൊണ്ടുവന്നിട്ട് ഈ പുഴ കടത്തണം കഴിച്ചു. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓ മണല് ഓ ഗൈസ് മണല് വണ്ടി താന്നു പോകുന്നുണ്ട് ഗൈസ്. ഇതിലായി അയ്യോ വീട് ആ എടുത്തു. കുഴപ്പമില്ല. എല്ലാവരുടെ വീട് അവിടെ വെടിക്കെട്ട് കണ്ട മുകളിൽ കണ്ട അവിടെ വെടിക്കെട്ട് കണ്ട ഉണ്ട്. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. പിന്നെ അടുത്ത ഞാൻ ഏത് വണ്ടി കൊണ്ടുവരണം നിങ്ങൾ കമന്റ് ചെയ്യണം ഗൈസ്. പിന്നെ അതുപോലെ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം ഗൈസ്. 50+ സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി ഗൈസ്. അപ്പൊ അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ സപ്പോർട്ടിങ് ഈ തുടർന്ന് പോകാൻ വേണ്ടി ഇനി നിങ്ങളുടെ സപ്പോർട്ടിങ് ആവശ്യമാണ് ഗൈസ്. ഓക്കെ. അപ്പൊ ഗൈസ് ഇനി ഏത് വണ്ടി കൊണ്ടുവരണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം ഗൈസ്. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.